അങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ താഴെ കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ മേലത്തെ ലെയറിൻ്റെ കൂടെ തന്നെ നമുക്കിങ്ങനെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻറ്റേർണൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ജസ്റ്റ് പാർട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ലൈറ്റ് സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഷെൽഫ് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് പാനൽസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ വരുവാണെങ്കിൽ ഇനി നമുക്ക് ജസ്റ്റ് അടുത്തത് നോക്കാം. അടുത്ത നമുക്കിപ്പോൾ ക്ലോസറ്റിൽ വന്നിട്ട് നമുക്ക് ഒരു വാർഡ്രോബ് അറേഞ്ച് ചെയ്യാനാണെങ്കിൽ ഇതിൽ വന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സ്പേസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വരുമ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്ലൈഡിങ് വാർഡ്രോബിൻ്റെ ആണെങ്കിൽ സ്ലൈഡിങ് വാർഡ്രോബിൻ്റെ ക്യാബിനറ്റ് മാത്രമേ ഉള്ളൂ, ഡോറായിട്ട് കാണിച്ചിട്ടില്ല. ആ ഡോറായിട്ട് കാണിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു വാർഡ്രോബ് എടുത്ത് വെച്ചിട്ട് നമുക്ക് പാനൽ വെച്ച് ഡോറ് ക്രിയേറ്റ് ചെയ്യണം. അതിന് പാനൽ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് വാർഡ്രോബ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മളുടെ യൂണിറ്റ് വന്നിട്ട് ക്യാബിനറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ബോട്ടം യൂണിറ്റ് ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. 3 ഡോർസ്, മൾട്ടി ഡോർസ്, 4 ഡോർസ്, 5 ഡോർസ്, അങ്ങനെ കുറേ ഓപ്ഷനിൽ നമുക്ക് വാർഡ്രോബ് അവൈലബിൾ ആണ്. നമുക്ക് എത്ര ഡോറിൻ്റെ വാർഡ്രോബാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, സെലക്ട് ചെയ്യാം. ഇതിൽ കുറേ കട്ടിങ് ഓപ്ഷനൊക്കെ ഉള്ള വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നോർമൽ ആയിട്ടുള്ളത് മാത്രം എടുത്താൽ മതി. നോർമലായിട്ടുള്ള വാർഡ്രോബ് എടുത്ത് വയ്ക്കാം. ജസ്റ്റ് ഇപ്പോൾ 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബാണ്, അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിതിൻ്റെ സ്കേർട്ടിങ് വന്നിട്ട് നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സ്കേർട്ടിങ് അളവ് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഇപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൈഡിൽ കാണുന്ന മെഷർമെൻറ്റ്സ് ആണിത്. ഇതിൻ്റെ ഹൈറ്റ്, പിന്നെ വിഡ്ത്ത്, ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ്, കുറേ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റൈറ്റ് സൈഡിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് എഡിറ്റബിളും ആണ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിനകത്ത് താഴേക്ക് വരുമ്പം ആ പാനൽ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ വരുമ്പം ഇത് സ്കേർട്ടിങ്ങിൻ്റെ അളവാണ് ഈ കാണിച്ചിരിക്കുന്നത്. 64 ഉള്ളൂ സ്കേർട്ടിങ്ങിൻ്റെ അളവ്. അപ്പോൾ ആ ഒരു അളവ് നമുക്ക് നമ്മളുടെ നോർമലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 64 അല്ല, നമ്മൾ സ്കേർട്ടിങ്ങിന് എപ്പോഴും കൊടുക്കുന്നത് ഒരു 110 ഹൈറ്റിലാണ് കൊടുക്കുന്നത്. ആ 110 ഹൈറ്റിൽ നമ്മളിപ്പോൾ ഒരു ക്യാബിനറ്റ് ചെയ്യുമ്പം ഒരു വാർഡ്രോബ് ചെയ്യുമ്പം അത് 110 ഹൈറ്റിൽ സ്കേർട്ടിങ് വന്ന് നിൽക്കും. അപ്പം ആ ഒരു സ്കേർട്ടിങ്ങിൻ്റെ ഒരു ഹൈറ്റ് നമുക്കിവിടെ കാണിച്ചില്ലെങ്കിൽ മൊത്തം ഒരു നമുക്ക് ഇപ്പോൾ എന്താ നമ്മൾ വോളിൽ തന്നെ സ്കേർട്ടിങ് ഒക്കെ കൊടുക്കുന്നുണ്ടിട്ട് ചെറിയൊരു അളവിലായിരിക്കുള്ളൂ റെൻഡർ ചെയ്യുമ്പോൾ കാണുന്നത്. നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിവിടെ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണിത്. അതിനകത്ത് 64 മാറ്റിയിട്ട് 110 ആക്കി എൻ്റർ കൊടുക്കുക. അത് എൻ്റർ കൊടുക്കുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ അവിടെ 110 ഹൈറ്റിലേക്ക് നമ്മുടെ യൂണിറ്റ് സ്കേർട്ടിങ് മാറിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റബിൾ ആണ്. അതുപോലെ കിച്ചൺ യൂണിറ്റിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏതൊരു യൂണിറ്റ് എടുത്താലും നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എഡിറ്റബിൾ ആണ്. ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, സ്കേർട്ടിങ് എല്ലാം നമുക്ക് എഡിറ്റബിൾ ആണ്. ഓക്കെ. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ദി ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ്. അത് നമ്മൾ കൂട്ടിക്കൊടുത്താൽ അതനുസരിച്ച് മാറും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാബിനറ്റ്സ്. പിന്നെ അത് നമുക്ക് ഞാനിപ്പോൾ ഈ ഡോറൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓരോ ക്ലിക്കിനും ഓരോ സെലക്ഷനാണ്. അപ്പം നോക്കിയിട്ട് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഡോർ സെലക്ട് ആയിട്ടുണ്ട്. ആ ഡോർ സെലക്ട് ആയതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ നമുക്കിതിനകത്ത് ഡോർസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ജോയിൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾക്കിവിടെ നമുക്ക് കിച്ചണിൽ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ പാർട്സിൽ ഇത് നമുക്ക് ക്ലോസറ്റിൽ നമുക്ക് പാർട്സ് അവൈലബിൾ ആണ്. അപ്പോൾ പാർട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ജസ്റ്റ് ഒരു ഫോൾഡർ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഷോളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പിക്സൽ ഷെൽഫ് എന്ന് പറഞ്ഞിട്ടും അഡ്ജസ്റ്റബിൾ ഷെൽഫ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഹൊറിസോണ്ടലായിട്ട് 2 യൂണിറ്റ് കിട്ടും. അത് കൂടാണ്ട് നമുക്കിവിടെ വെർട്ടിക്കലായിട്ടുള്ള ഒരു പാനലും കിട്ടും. ഇത് നമുക്ക് വാർഡ്രോബ്സ് അല്ലെങ്കിൽ ക്ലോസറ്റിൻ്റെ അടുത്ത യൂണിറ്റിൽ മാത്രം നമുക്ക് അവൈലബിൾ ആണ്.